അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ ഒരു കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വളരെ സെൻസിറ്റീവ് ഒരു കാര്യം പറഞ്ഞു. നിലവിൽ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായ മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നതും അമേരിക്കയുടെ പരമാധികാരത്തെ ഭീഷണിപ്പെടുത്തുന്നതുമായ വളരെ പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭീഷണികളെ ഞങ്ങൾ ഇവിടെ വെറും വാക്കുകളായി കണക്കാക്കുന്നില്ല, വിവിധ സെൻസിറ്റീവായ കാര്യങ്ങൾ പ്രസ്താവനകളായി നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിനെ ചെറുക്കാൻ സാധിക്കും. അതിനാൽ 2 ആണവ അന്തർവാഹിനികളെ ആ ഒരു സ്ഥാനത്തേക്ക് ഞങ്ങൾ പോകാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യമായിരുന്നു അദ്ദേഹം പുറത്തു പറഞ്ഞത്. ഇത് എത്ര വലിയ നീക്കമാണെന്ന് അറിയണ്ടേ? നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇടയിൽ ഒരു വാക്പോര് തന്നെ നടക്കുകയാണ്. മാത്രമല്ല ആ ഒരു വാക്ക് ഇവിടെ എത്രത്തോളം കഴിവുള്ളതും ശക്തവുമാണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ അറിയാൻ പോകുന്നതും അമേരിക്കയും റഷ്യയ്ക്കും ഇടയിലുള്ള ഈ സബ്മറൈൻ വാർ എന്നത് ഇന്നോ ഇന്നലെയോ നടക്കുന്നതല്ല. ഈ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം മുതൽ തന്നെ ഈ 2 രാജ്യങ്ങൾക്കും ഈ അന്തർവാഹിനി യുദ്ധം നടക്കുന്നുണ്ട്. അന്തർവാഹിനി കപ്പൽ അല്ലെങ്കിൽ ആ ഒരു വാർഫെയറിൽ ആരാണ് മുന്നിലുള്ളത്? ആൾക്കൈയാണ് അവിടെ മേൽക്കൈ ഉള്ളത്. അമേരിക്കൻ സബ്മറൈൻ ഫ്ലീറ്റ് വേഴ്സസ് റഷ്യൻ സബ്മറൈൻ ഫ്ലീറ്റ്. ഇതിനെക്കുറിച്ച് വീഡിയോയിലൂടെ വിശദമായി അറിയാം. ദിമിത്രി മെദ്വദേവ് റഷ്യയുടെ മുൻ പ്രസിഡന്റ്. ഒരു കാലത്ത് ഇന്ന് പ്രസിഡന്റ് ആയിരുന്ന പുടിൻ, അദ്ദേഹത്തിന് ആ സമയത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അപ്പോഴുണ്ടായിരുന്ന നിയമം അനുസരിച്ച് തുടർന്നൊരു പ്രത്യേക കാലം, ഒരു നിശ്ചിത കാലത്തിന് ശേഷം ആ ഒരു സ്ഥാനത്തിൽ പിന്നെ തുടരാൻ കഴിയില്ല, അമേരിക്കയിലുള്ള നിയമം പോലെ. അതുകൊണ്ട് തന്നെ പുടിൻ സ്ഥാനം മാറുകയും ദിമിത്രി മെദ്വദേവ് അടുത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു. രണ്ടുപേരും സ്ഥാനം മാറ്റി. ഇതിനുശേഷം റഷ്യയിൽ ഒരു വലിയ നിയമമാറ്റം കൊണ്ടുവരുന്നു. പ്രത്യേക ചില ദിവസം അല്ലെങ്കിൽ വർഷം അതുവരെയും പുടിന്റെ അധികാരത്തെ മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഒരു നിയമമാറ്റം കൊണ്ടുവന്നു. അടുത്തത്, ഈ ദിമിത്രി മെദ്വദേവ് എന്തുകൊണ്ട് ഇത്രയും പ്രശസ്തനായി? അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണ് ഇദ്ദേഹം പ്രശസ്തൻ? അല്ലെങ്കിൽ ഇതിനു മുൻപ് അമേരിക്കക്കെതിരെ, പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഇദ്ദേഹം പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ റഷ്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, റഷ്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പുടിന് ശേഷം ആ ഒരു പദവിയിലേക്ക് വരാൻ കൂടുതൽ യോഗ്യതയുള്ള, സാധ്യതയുള്ള, ആ ഒരു സ്ഥാനത്തിന് അർഹനായ വ്യക്തി ദിമിത്രി മെദ്വദേവ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും, മുൻപ് നൽകിയ എല്ലാ പ്രസ്താവനകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കൂടുതലായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചും ന്യൂക്ലിയർ വെപ്പൺസ് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചും ഒരുപാട് ഇടങ്ങളിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. പുടിന് ശേഷം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുടിനേക്കാളും മുന്നിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുടിനേക്കാളും മുന്നിലാണ് ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ റഷ്യ വിമർശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. എന്റെ രാജ്യത്തിനുള്ളിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും. ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള സംസാരിക്കുന്ന വ്യക്തി, ഇങ്ങനെ റഷ്യയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ എതിർക്കുന്ന ശക്തമായ മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് ദിമിത്രി മെദ്വദേവ്. ഇപ്പോൾ അടുത്തിടെ പോലും നമ്മൾ സംസാരിച്ചതാണ്. ട്രംപ് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ദിമിത്രി മെദ്വദേവ് പ്രതികരിച്ചു. അപ്പോൾ 2 പേർക്കും ഇടയിൽ ഒരു ബാറ്റിൽ ഓഫ് വേർഡ്സ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു പോസ്റ്റിന് മുൻപ് അവസാനം ദിമിത്രി മെദ്വദേവ് പറഞ്ഞൊരു കാര്യം, റഷ്യയെ നിങ്ങൾ കൗണ്ടർ ചെയ്യണം, റഷ്യയെ നിങ്ങൾ കോർണർ ചെയ്യണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് റഷ്യയുടെ പരമാധികാരത്തിന് വലിയൊരു പ്രശ്നം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായി ചിന്തിക്കുക. ശീതയുദ്ധ കാലഘട്ടം മുതൽ ഇന്ന് വരെയും റഷ്യയ്ക്ക് ഡെഡ് ഹാൻഡ് എന്ന ഒരു റിട്ടാലിയേഷൻ ന്യൂക്ലിയർ സ്ട്രൈക്കിന്റെ സിസ്റ്റം ഉണ്ട്. ഇത് ലോകത്തിൽ ഏതൊരു രാജ്യത്തിനും സഹിക്കാൻ സാധിക്കില്ല. ഏതൊരു രാജ്യത്തിന്റെ പക്കലും ഇല്ലാത്തൊരു സംവിധാനം റഷ്യയുടെ പക്കലുണ്ട്. ഇത് നിങ്ങൾ മറക്കരുതെന്നൊരു കാര്യവും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഡെഡ് ഹാൻഡ് എന്നത് റഷ്യയുടെ പക്കലുള്ളതിൽ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി ഉള്ള ഒരു റിട്ടാലിയേഷൻ്റെ സിസ്റ്റമാണ്. ഇത് ഒരുപക്ഷെ റഷ്യ പൂർണ്ണമായും നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ റഷ്യയിൽ ഒറ്റ പേഴ്സൺ പോലും അവശേഷിക്കാത്ത തരത്തിൽ നിങ്ങൾ റഷ്യയ്ക്കുള്ളിൽ ഒരു സ്ട്രൈക്ക് നടത്തിയാൽ പോലും ഈ ഡെഡ് ഹാൻഡ് എന്നത് ആക്ടിവേറ്റ് ആകും. അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. ഈ ഡെഡ് ഹാൻഡിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചത് ട്രംപിനെ ഒരു രീതിയിൽ ട്രിഗർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു അല്പം പോലും ചിന്തിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഭീഷണിയായി മാറുകയാണ്. അതൊരു വാക്ക് മാത്രമല്ല, ആ വാക്കിനുള്ളിലെ പവർ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ നിങ്ങളെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തിരിച്ച് എന്നെ കൊണ്ടും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ 2 ന്യൂക്ലിയർ സബ്മറൈൻസിനെ ഞങ്ങൾ അയക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള സബ്മറൈനാണ് അകത്തേക്ക് പോകുന്നത് എന്നറിയില്ല. കാരണം ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് എന്നത് പല വിഭാഗത്തിലുണ്ട്. ക്രൂയിസ് മിസൈൽ സബ്മറൈൻ ഉണ്ട്, ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഉണ്ട്, ന്യൂക്ലിയർ പവേർഡ് അറ്റാക്ക് സബ്മറൈൻസ് ഉണ്ട്.
ഏത് തരത്തിലുള്ള സബ്മറൈൻ അകത്തേക്ക് പോകുന്നു എന്നറിയില്ല. അപ്പോൾ ഈ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഇതിന് റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കും? റഷ്യ ഇതിന് ഏത് തരത്തിൽ മറുപടി പറയും എന്നുള്ളത് ലോകം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഉത്തരവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് ഡ്യൂമയുടെ നിയമ നിർമ്മാതാവ് ഒരു കാര്യം പറഞ്ഞു. ഈ അമേരിക്കയുടെ സബ്മറൈൻസ് അകത്തേക്ക് വരുന്നത് വലിയ കാര്യമായി മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിനൊരു വലിയ വാർത്തയായി കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം റഷ്യയെ ചുറ്റി അമേരിക്കയുടെ സബ്മറൈൻസ് ഇല്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ അമേരിക്കയെ ചുറ്റി റഷ്യയുടെ സബ്മറൈൻസ് ഇല്ല എന്നാണോ ചിന്തിക്കുന്നത്? ഇവയെല്ലാം ദിവസവും സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ട്രംപ് ഇവിടെ ഇത് പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ഇതുപോലൊരു പ്രസ്താവന വന്നാൽ അത് എത്ര വലിയ കാര്യമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മുഴുവൻ മാധ്യമങ്ങളും ഇതിനെയാണ് ഹോട്ട് ടോപ്പിക്കായി സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിനും ആവശ്യം. ഇങ്ങനെ മാധ്യമങ്ങളുടെ വാർത്തയ്ക്ക് വേണ്ടി മാത്രമാണ് ഇദ്ദേഹം ഈ ചൂടേറിയ വിഷയം പറഞ്ഞത്. പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ആർട്ടിക് ഫ്ലീറ്റിലായാലും പസഫിക് ഫ്ലീറ്റിലായാലും റഷ്യയെക്കാളും അമേരിക്കയുടെ സബ്മറൈൻസ് പവർഫുൾ തന്നെയാണ്. ഞങ്ങൾ അമേരിക്കയുടെ സബ്മറൈൻസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. അപ്പോൾ അമേരിക്കയെക്കാളും റഷ്യൻ സബ്മറൈൻ ഫ്ലീറ്റ് വലുതാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ചില കണക്കുകൾ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ അവരുടെ സബ്മറൈൻസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാനും കഴിയും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അന്തർവാഹിനികളുള്ള രാജ്യം അമേരിക്കയാണ്. അവരുടെ പക്കൽ 69 മുതൽ 72 അന്തർവാഹിനികളുണ്ട്. ഇതാണ് കണക്ക്. അവരുടെ പക്കലുള്ളത് വളരെ അഡ്വാൻസ്ഡ് സബ്മറൈൻസ്. അത് ഈ ഓഹിയോ, വെർജിനോ ക്ലാസ് സബ്മറൈൻസ്. ഇനി ഇവിടെ റഷ്യയുടെ പക്കൽ നോക്കിയാൽ അവരുടെ പക്കൽ 65 മുതൽ 69 വരെയും അന്തർവാഹിനികൾ ഉണ്ടാകും. അതായത് സ്ഥിരീകരിച്ച നമ്പേഴ്സ് മാത്രം. ഇനി ഇവരുടെ ഈ അഡ്വാൻസ്ഡ് നോക്കുകയാണെങ്കിൽ അഖോള ക്ലാസ് സബ്മറൈൻസ്, ബൊറെ ക്ലാസ് സബ്മറൈൻസ്, SM ക്ലാസ് സബ്മറൈൻസ്, ഇങ്ങനെ ഇവരുടെ പക്കൽ ഇവർക്കായി പ്രത്യേക വേരിയൻസ് ഉണ്ട്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും സബ്മറൈൻ പവർ ബാലൻസ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ അമേരിക്കയുടെ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ഫ്ലീറ്റ് ആണ്. ഇപ്പോൾ അമേരിക്കയുടെ പക്കൽ ഏകദേശം 70 സബ്മറൈൻസ് ഉണ്ടെന്ന് ചിന്തിക്കുക. അതിൽ എത്ര ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ്, എത്ര ഡീസൽ പവേർഡ് സബ്മറൈൻസ് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏകദേശം ഒരു പകുതിയോളം കാണും. 50-20 ഒരു റേഷ്യോയിൽ ഉണ്ടാകും അല്ലേ? അങ്ങനെയല്ല. ഒരേ ഒരു ഡീസൽ പവേർഡ് സബ്മറൈൻസ് പോലും അമേരിക്കയുടെ പക്കലില്ല. അവരുടെ പക്കലുള്ളതെല്ലാം ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ആണ്. ഇനി ഇവിടെ റഷ്യയുടെ പക്കൽ നോക്കിയാൽ വെറും 30 മാത്രമാണ് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ്, പകുതി മാത്രം. ബാക്കിയുള്ളതെല്ലാം ഡീസൽ പവേർഡ് ഇലക്ട്രിക് സബ്മറൈൻസ് ആണ്. ഈ 30 സബ്മറൈൻസിൽ SSB ഉണ്ട്. റഷ്യയുടെ പക്കലുള്ള സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസിനെ ക്യാരി ചെയ്യുന്ന സബ്മറൈൻസ് ഇത് മൊത്തം 11 ആണ്. ഡെൽറ്റ 4 ക്ലാസ്, ബൊറെ ക്ലാസ് സബ്മറൈൻസും ഉണ്ട്. അറ്റാക്ക് സബ്മറൈൻസ് മൊത്തം 19 ഉണ്ട്. ഇത് ഞാനീ പറഞ്ഞ 30 വരുന്ന കണക്കുകളാണ്. ഇനി അമേരിക്കയുടെ പക്കൽ നോക്കിയാൽ 14 ഒഹിയോ ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ SSB. അതുപോലെ 54 വെർജിന ക്ലാസ്സിലുള്ള അറ്റാക്ക് സബ്മറൈൻസും ഉണ്ട്. ഇത് SSN ആണ്. ഇപ്പൊ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസും അറ്റാക്ക് സബ്മറൈൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രൂയിസ് മിസൈൽ സബ്മറൈൻ രണ്ടുപേരുടെ പക്കലും ഇല്ലേ? ആദ്യം ഇതൊക്കെ എന്താണ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ SSBN എന്നത് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി നൽകുക. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം നമ്മെ ആക്രമിക്കുകയാണ്, തിരികെ നമുക്ക് ആ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരികെ നമ്മൾ ആ ഒരു രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഈ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ കാറ്റഗറിയിൽ വരും. ഇതിന്റെ 90% പേലോഡ് എന്നത് ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടിയാണ്. ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ള 10% ആണ് ഇതിന് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ടോർപിഡോസ് അല്ലെങ്കിൽ മറ്റ് മിസൈൽസ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ എന്നത് പൂർണ്ണമായും അതിന്റെ റോള് വേറെയാണ്. ആന്റിഷിപ്പ് വാർഫെയറിന് വേണ്ടി ഉപയോഗിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ലാൻഡ് അറ്റാക്ക് അല്ല, കടലിനുള്ളിലുള്ള മറ്റ് സബ്മറൈൻസിനെ നശിപ്പിക്കുക, മറ്റു ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രൈമറി റോൾ. ഒന്നാമത്തേത് ഒരു രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന്, മറ്റൊന്ന് ആ രാജ്യത്തിന്റെ കപ്പൽ സേനയെ കൗണ്ടർ ചെയ്യുന്നതിനും ആ രാജ്യത്തിന്റെ അന്തർവാഹിനികളെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചത്. ഇനി ഈ രണ്ട് രാജ്യങ്ങളുടെ പക്കലും പ്രോപ്പറായ ഒരു ക്രൂയിസ് മിസൈൽ സബ്മറൈൻ ഇല്ല. റഷ്യയുടെ പക്കൽ പൂർണ്ണമായും ഇല്ല. ഇനി വെർജിന ക്ലാസ് സബ്മറൈൻസിനെ മോഡിഫൈ ചെയ്ത് ഒരു 4 സബ്മറൈൻസോളം അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാനമായും ഇവരുടെ കപ്പലുള്ള സബ്മറൈൻ ഫ്ലീറ്റിനെ കുറിച്ചുള്ള കണക്ക്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മിസൈൽസ് റഷ്യയുടെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം ബുലാവ മിസൈൽസ്, ഇത് ICBM കാറ്റഗറിയിലുള്ള ഒരു മിസൈലാണെന്ന് റഷ്യ ക്ലെയിം നടത്തുന്നു. മറുവശത്ത് അമേരിക്കയുടെ പക്കൽ ട്രിഡന്റ് 2 D5 വേരിയന്റിലുള്ള മിസൈൽസ് ഉണ്ട്. ഇത് ഓരോന്നിന്റെ റേഞ്ചും 9000 കിലോമീറ്റർ ആണ്. അതിനും അപ്പുറം 12000 കിലോമീറ്റർ വരെയും മാക്സിമം റീച്ച് ചെയ്യാൻ കഴിയുന്ന മിസൈൽസ് ഉണ്ട്.
റഷ്യയുടെ മിസൈൽസിൽ 10-12 MIRV വാർഹെഡ്സ് ഉണ്ടാകും. ഇതുപോലെ അമേരിക്കയുടെ മിസൈൽസിലും ഒരു 10-12 MIRV വാർഹെഡ്സ് ഉണ്ടാകും. ഇനി റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം കാലിബർ, ഓണിക്സ്, സിർക്കോൺ പോലുള്ള ചില ക്രൂയിസ് മിസൈൽസും ഹൈപ്പർസോണിക് മിസൈൽസും ഉണ്ട്. അമേരിക്കയുടെ സബ്മറൈൻസിൽ ടോംഹോക്കിൽ ബ്ലോക്ക് 4, ബ്ലോക്ക് 5 ഇത് വളരെ വളരെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ്. ഈ ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസിൽ ഇത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സബ്മറൈൻ ഫ്ലീറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളുടെ പക്കലും ഏകദേശം ഒരേ അളവിന് സബ്മറൈൻ ഫ്ലീറ്റ് ഉണ്ടെങ്കിലും ന്യൂക്ലിയർ കാപ്പബിൾ സബ്മറൈൻസ് എന്ന കാറ്റഗറി എടുത്താൽ അമേരിക്കയാണ് അവിടെ വിജയിക്കുക. റഷ്യയുടെ പക്കൽ ഉള്ളതിനേക്കാളും ഡബിൾ മടങ്ങാണ് അമേരിക്കയുടെ പക്കൽ ഈ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ഉള്ളത്. എന്നാൽ ഇതിന്റെ ആർമമെന്റ്സ്, ഈ സ്റ്റെൽത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ റഷ്യയുടെ സബ്മറൈൻസിനെ സംബന്ധിച്ച് ഉള്ളതിൽ ലോ പ്രൊഫൈൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്മറൈൻ കാറ്റഗറിയാണ്. അമേരിക്കയുടെ അന്തർവാഹിനികളെക്കാളും ഈ റഷ്യയുടെ ഇത് കടലിനുള്ളിൽ വളരെ ശാന്തമായി യാത്ര ചെയ്യും. ഒരുപാട് തവണ പല തരത്തിലുള്ള അക്വാസ്റ്റിക് സെൻസേഴ്സ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൂടിയും P-8 പോസൈഡൻ എയർക്രാഫ്റ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൂടിയും അമേരിക്ക കൊണ്ട് റഷ്യയുടെ അന്തർവാഹിനിയുടെ നോയ്സ് സിഗ്നേച്ചർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ എതിർദിശയിലുള്ള അമേരിക്കയുടെ അന്തർവാഹിനികൾ അവയെല്ലാം അത്രത്തോളം സ്റ്റെൽത്ത് ആയിട്ടുള്ള അന്തർവാഹിനിയാണ്. ഇന്നുവരെയും ലോകത്തിൽ ഏതൊരു രാജ്യത്തിന്റെ പക്കലും അങ്ങനെയൊന്നില്ല. എന്നാൽ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് കൂടുതൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് റഷ്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ രണ്ട് കപ്പലുകളിലും നേട്ടവുമുണ്ട്, ചില കോട്ടങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ കൺട്രീസിന്റെ പക്കലുള്ള ടോർപിഡോ സിസ്റ്റവും അവരുടെ പക്കലുള്ള മിസൈൽ കാപ്പബിലിറ്റിയുമാണ്. ഹൈപ്പർസോണിക് കാറ്റഗറി എടുത്താൽ ഇവിടെ റഷ്യ ഒരു വിന്നർ തന്നെയാണ്. അവരുടെ പക്കൽ സിർക്കോൺ ആൻഡീഷി മിസൈൽസും സിർക്കോൺ ലാൻഡ് അറ്റാക്ക് വേരിയന്റും ഇതിനകം തന്നെ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ഇവരുടെ പക്കലില്ല. അതുപോലെ ടോർപിഡോസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. ഇവരുടെ പക്കലും 300 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ടോർപിഡോസ് ഉണ്ട്, അവരുടെ പക്കലും 300 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ടോർപിഡോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഈ ബാറ്റിൽ എന്നത് ഇവരുടെ സ്ട്രാറ്റജിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ആർട്ടിക്കിലായാലും പസഫിക്കിലായാലും മാറുന്നത്. പക്ഷെ ഇവിടെ ഈ ട്രംപ് രണ്ട് സബ്മറൈനെ കൊണ്ടുപോയി ഞങ്ങൾ അവരെ കൗണ്ടർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ റഷ്യയെ ഡിറ്റർ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അത് ഉള്ളതിൽ വച്ച് തന്നെ വളരെ തമാശ ഒരു കാര്യമായി മാറും, അല്ലെങ്കിൽ ഒരു കോമഡി സ്റ്റേറ്റ്മെന്റ് ആയി മാറും. കാരണം അമേരിക്കയുടെ പക്കലുള്ള ഈ ഫ്ലീറ്റിനേക്കാളും റഷ്യയുടെ ഫ്ലീറ്റ് കുറവാണെങ്കിലും അവരുടെ പക്കൽ ന്യൂക്ലിയർ പവേർഡ് പോസൈഡൻ എന്നൊരു ടോർപിഡോ ഉണ്ട്. അതിനെക്കുറിച്ച് സിമ്പിളായി ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയണമെങ്കിൽ ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഒരു റേഡിയേഷൻ സുനാമി ക്രിയേറ്റ് ചെയ്യുന്ന കഴിവുള്ള അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു പക്ഷേ ഇതൊന്നും യുദ്ധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ആന്റി സബ്മറൈൻ വാർഫെയറിൽ റഷ്യ അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നിപ്പോകും. എന്നാൽ എയർബോൺ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ഇപ്പോഴും ടോപ്പിലുള്ളത്. അപ്പോൾ ഇതൊരു ത്രാസ് പോലെയാണ്. ഇവിടെ ഹൈപ്പർസോണിക് മിസൈൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇവിടെ P-8 പോസൈഡൻ ആന്റി സബ്മറൈൻ വാർഫെയറിന്റെ ടെക്നോളജി അമേരിക്ക എടുത്തു വയ്ക്കും. ഇവിടെ റഷ്യയുടെ പക്കലുള്ള പോസൈഡൻ ടോർപിഡോസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അമേരിക്ക അവിടെയുള്ള സ്റ്റെൽത്ത് ഫീച്ചർ എടുത്തു വയ്ക്കും. അപ്പോൾ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ അഡ്വാൻറ്റേജ് അമേരിക്കയുടെ പക്കലുണ്ട്. മിസൈൽസ് അതിന്റെ ഫംഗ്ഷൻ സംബന്ധിച്ച് നേട്ടം റഷ്യയുടെ പക്കലാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം ഈക്വൽ രാജ്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു പബ്ലിക് സ്റ്റണ്ട് അല്ലെങ്കിൽ ഒരു PR സ്റ്റണ്ടായി മാറുകയാണ്. വെറും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നതിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മുൻപ് സംസാരിച്ചത്, അല്ലെങ്കിൽ ലോകത്തിൽ അവർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ അമേരിക്കയെ ചോദ്യം ചോദിക്കാൻ തന്നെ 100 രാജ്യങ്ങൾ വരണമായിരുന്നു. അത്രത്തോളം പ്രശ്നങ്ങളാണ് അവർ വലിച്ചിഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ വന്നൊരു വാക്കിന് ഒരു രാജ്യത്തിന്റെ നേതാവ് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു റീസൺ ഉണ്ടാകണം, ബിസിനസ് സംബന്ധിക്കുന്ന റീസൺ. അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നത്തെ മൂടി മറയ്ക്കുന്നതിന് ഇതിനെ ഒരു കാരണമാക്കി മാറ്റുന്നതായിരിക്കും. കാരണം ഈ ന്യൂസ് പുറത്തു വന്നതിന് ശേഷം ഇതിന് പുറകിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഈ ഗാസയെക്കുറിച്ചുള്ള സംഭവങ്ങൾ വലിയ കാര്യമായി പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. അപ്പോൾ മറ്റേതോ ഒരു കാര്യത്തെ മൂടി മറയ്ക്കാനായിരിക്കും ഈ ഒരു കാര്യത്തെ വലിയ പ്രശ്നമാക്കി മാറ്റുന്നത്. എന്തുതന്നെയായാലും ന്യൂക്ലിയർ റിട്ടാലിയേഷൻ ചെയ്യണം എന്നൊരു തീരുമാനം അവിടെ വരികയാണ്. ന്യൂക്ലിയർ അറ്റാക്ക് ചെയ്യണം, കോർണർ ചെയ്യണം എന്നുള്ളൊരു കാര്യം വരികയാണെങ്കിൽ അന്ന് മനസ്സിലാക്കാൻ കഴിയും ഏത് രാജ്യം എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയ്സോവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.